ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എൻ്റെ ഡ്രോയിങ്സൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ എന്തൊക്കെ വരച്ചെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഡോറ ബൂജിൻ്റെ ഇതാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു മഷ്റൂം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൂ. പിന്നെ ഞാൻ വരച്ചിരുന്നത് ഈ ഒരു ഒരു കിറ്റിയാണ്. പിന്നെ ഞാൻ എന്തോ ഒരു അറബി രീതിയിൽ എന്തോ ഒരു ഇതാക്കിയതാണ്. പിന്നെ ഞാനിതാ എന്തോ ഒരു പഴങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെന്ന് അറിയില്ല, ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പം പിന്നെ ഇത് ഞാൻ ഇവിടെ നോക്കിയിട്ട് വരക്കാനാണ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ ഇതാണ് കേട്ടോ. ഇതെന്തോ ആയിപ്പോയി, എന്തോ വെച്ചെന്തോ ആയിപ്പോയിപ്പോ. പിന്നെ ഇതാണ് കേട്ടോ. അടുത്തതെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ബഗഡ് കുറച്ച് ശരിയില്ലാത്തതാണ്. ഇത് ഞാനിങ്ങനെ ആദ്യം തന്നെ ആക്കുമ്പോൾ അത്ര ഇതുണ്ടായില്ല. ഇത് പക്ഷേ ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വരച്ചത് വെച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്. പിന്നെ ഇത് പകുതി കളർ ഇട്ടിട്ട് അവിടെ വെച്ചതാണ്. ഇതൊരു ഇതാണ്. ഇതും നല്ലതുകൊണ്ട് ഇതും നല്ലതുണ്ട് കേട്ടോ. അപ്പോൾ ഇതെത്രയേ ഉള്ളൂ. ഇത് പിന്നെ ഞാനാക്കിയൊരു മിനി ബുക്കാണ് കേട്ടോ. മിനി ബുക്ക്, ഇത് ചെറിയ ബുക്കാണ് കേട്ടോ. നല്ല ക്യൂട്ട് ബുക്കാണ്, നല്ല പാടില്ല. പിന്നെ വെച്ചെങ്കിൽ ഇങ്ങനെ ഒരു ജേർണലാക്കാമെന്ന് വിചാരിച്ചതാണ്. നമുക്ക് പേജ് എളിഞ്ഞ കീറിയതാണ്. ഇതാണ്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വെച്ചാൽ ഞാൻ ആദ്യം വരച്ചതെല്ലാം ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞെടുത്ത് വെച്ചതാണ്. അപ്പം ഞാനിത് എനിക്ക് കുറേ ഉണ്ട്. അപ്പോൾ എന്ത് വരച്ചെന്ന് അറിയില്ല, ഇപ്പം മറന്നിട്ട് കുറേ ആയി, ഒരു 5 കൊല്ലമായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓരോരോ പേപ്പറായിട്ടാണ് വരുന്നത്. ഞാൻ മടക്കിയിട്ട് വെച്ചതാണ്. ആദ്യം വരുന്നത് ഇങ്ങനത്തെ ഒരു കോണാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചെങ്കിൽ എന്തോ ഒരു ബ്ലഡിൻ്റെ എന്തോ വെക്കാനാണ് പിന്നെ വരച്ചിരുന്നത് ഞാനൊരു ഇതാണ് കേട്ടോ. ഈ ഒരു കാർഡ് ആക്കിയതാണ്, മടക്കിയിട്ട് വെച്ചതാണ്. പിന്നെ ഞാൻ വരച്ചിരുന്നത് ഒരു മിൽക്കിൻ്റെ ഈ ഒരു സാധനമാണ് കേട്ടോ. ഈ ഒരു ചെടിച്ചട്ടിയും വെച്ചിന്. ഇതൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ പെരക്കാൻ നോക്കിയതൊക്കെ പല ഫ്ലോപ്പായി പോയിട്ട് ചെറുമാറ്റി. ബബിൾട്ടി വരക്കാൻ നോക്കിയതാണ്. ഇവിടെ ഞാനെന്തോ നെഹ്റുവിന് വരക്കാൻ നോക്കിയതാണ്. ചെറുതാണൊക്കെ എനിക്ക് വെച്ചിട്ട് വരക്കാനും അറിയില്ല, വരച്ചിട്ട് ഇതും അറിയില്ല. ഇനിതാ ഇപ്പോഴൊന്നും മനസ്സിലാവില്ല ഗൈസ്, ഞാൻ എപ്പോൾ വരച്ചതൊന്നും നമുക്കറിയില്ല. പിന്നെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ചോക്ലേറ്റാണ് കേട്ടോ. ഇതും ബാഡ് സൈഡൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ വരച്ച കുറച്ച്
ഇത് ശരിയായി ഞങ്ങൾക്ക് തോന്നി. ഇതിൽ ഫുള്ള് ബഗഡാണ് ഞാൻ വരച്ചതല്ല. ഇത് ശരിയാണ്. ഞാൻ കുറച്ച് പക്ഷീനെ അങ്ങനത്തെ എന്തൊക്കെ ബാക്കാക്കിയതാണ്. 1 2 3 4 അങ്ങനെ എഴുതിയിട്ട്. പിന്നെ ഇത് ഞാൻ വെച്ചല്ല, ഇതാരോ വെച്ചിട്ടിട്ടതാണ്. പിന്നെ ഇത് ഐസ്ക്രീമാണ് കേട്ടോ. എനിക്കാരോ മാർക്കെല്ലാം ഇട്ടിട്ടുണ്ട്. A+ A ഗ്രേഡല്ല. ഇത് മറ്റേ ബാങ്ക് തന്നെ വെച്ചതാണ്. ഇത് കുറേ ഉണ്ട്. നല്ല ബബിടുണ്ട്. എന്തോ എഴുതുന്ന സാധനം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് ഫ്ലോപ്പായി. അത് ഓയിൽ പേസ്റ്റ് ഇല്ലാത്ത ആക്കാൻ കഴിയാമെന്നിട്ട് ആരോ പറഞ്ഞു. അതിൻ്റെ ശേഷം ഞാൻ ബാറൊന്നാക്കിയത് സക്സസ്ഫുൾ ആയി. അത് ഞാൻ ചരണ്ടിട്ട് ചാടിയിട്ടു. അപ്പോൾ ഇതാ അടുത്ത വെച്ചെങ്കിൽ ഒരു ന്യൂട്ടല്ലാണ് കേട്ടോ. ന്യൂട്ടല്ലേൻ്റെ ഒരു ബോക്സ്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ സ്കെയിൽ വെച്ചിട്ട് അച്ചടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയിട്ട് സ്കെയിലോട് ഉണ്ടാക്കണം. അതൊക്കെ ആക്കലാണ്. ഇത് ഞാൻ ഓയിൽ പേസ്റ്റോടെ ആക്കിയതാണ്. ശരിയൊന്നും ഇപ്പോൾ കളറ് പോയെന്ന് തോന്നുന്നു. ശരിയായി ചെന്നാൽ. പിന്നെ ഇതാണ് കേട്ടോ. ഇതൊന്നൊക്കെ വരക്കാൻ അറിയുന്നുണ്ടായിട്ട. അപ്പോൾ ചെറുമാതിരി മാതിരിയാക്കിയിട്ട് വരച്ചു. ഇതൊരു വരയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വരച്ചിരുന്നു കേട്ടോ. ഇതിങ്ങനെ എന്തെല്ലാം മാതിരി ബ്ലാക്ക് എന്തോ ഗ്ലിറ്ററെല്ലാം ഇട്ടിട്ട് ഞാൻ ഫുൾ പാക്ക് ചെയ്യുന്നു ഗൈസ്. ഇത് ഞാൻ കൊട്ടാരം വരക്കാൻ നോക്കിയതാണ് കേട്ടോ. എല്ലാം ഫ്ലോപ്പ് തന്നെയാണ് ഗൈസ് ചെയ്തത്. ഈ ഒരു ഐസ്ക്രീമും വരച്ചിരുന്നു. ഇത് കുറച്ച് ഇമോജീസ് ആണ് കേട്ടോ. പൈസക്കാരൻ പൈസ ഇല്ലാത്ത അങ്ങനത്തെ എന്തെല്ലാം മതി ഇമോജാണ് വരച്ചത്. ഇത് പിന്നെ എൻ്റെ ബോക്സിലുണ്ടായ ഞാൻ അതേമാതിരി അച്ചടിക്കാൻ നോക്കിയത് നമുക്ക് കഴിഞ്ഞില്ല. പവും ഫ്ലോപ്പായി. ഇത് ജ്യൂസിൻ്റെ ജാറെടുക്കാൻ പോയത്. ഇത് കുറച്ച് ശരിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയില്ല ഗൈസ്. ബൈ.